രുദ്രൻ മീരയെ ചേർത്ത് പിടിച്ച് ഹിരണി എന്ന് വിളിച്ചത് അവൻ്റെ കാതുകൾ ഒരിടത്തി പോലെയാണ് പതിച്ചത്. മീരയുടെ തള്ളലിന് മുന്നിൽ രുദ്രൻ ഒന്ന് പതറിയതും വാതിൽ തുറന്ന് ശ്യാം അകത്തേക്ക് കുതിച്ചു വന്നു. ഏട്ടൻ എന്താ ഇപ്പോൾ കാണിച്ചേ? ശ്യാമിൻ്റെ ശബ്ദം ആ തറവാടിൻ്റെ തളത്തിൽ പ്രതിധ്വനിച്ചു കേട്ടു. രുദ്രൻ അവനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി പതുക്കെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം ശരിയാക്കി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നീ ഇത് എപ്പോൾ വന്നു ശ്യാം? ഇതിപ്പോൾ നിനക്കൊരു പതിവാണല്ലോ, മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്നത്. സ്വകാര്യതയോ? ഹിരണി എന്ന് വിളിച്ച് ഏട്ടൻ ആ പെണ്ണിനെ ശ്വാസം മുട്ടിക്കുന്നത് ഞാൻ കണ്ടു. അവളെ ചേച്ചി ചെയ്ത ചതിക്ക് നിങ്ങളെന്തിനാ വീണ്ടും അവരെ ഉപദ്രവിക്കുന്നത്? ശ്യാം രുദ്രൻ്റെ കോൾ പിടിച്ചു. ബഹളം കേട്ട് ജാനകിയമ്മയും പ്രഭയും അങ്ങോട്ട് ഓടിയെത്തി. എന്താടാ ശ്യാം, എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ജാനകിയമ്മ പരിഭ്രമത്തോടെ ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ ചോദിക്കുന്നത് കണ്ടില്ലേ? ഇവനാ മീരയെ. ശ്യാം പറഞ്ഞു നിർത്തിയതു. രുദ്രൻ അവനെ തടഞ്ഞു. രുദ്രൻ്റെ കണ്ണുകളിൽ ഒരുതരം കടുപ്പമേറിയ തിളക്കം പടർന്നു. അവൻ ശ്യാമിൻ്റെ കൈകൾ കോളറിൽ നിന്ന് ബലമായി മാറ്റിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു തുടങ്ങി. നോക്ക് ശ്യാം, മീര എൻ്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകൾ. അവളെ തൊടാനും സ്പർശിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട്. അത് ഈ താലി കെട്ടിയ നിമിഷം മുതൽ എനിക്ക് കിട്ടിയ അവകാശമാണ്. നീ അവളുടെ സഹോദരൻ്റെ സ്ഥാനത്താണെന്ന് കരുതി എൻ്റെ ഭാര്യയുടെ അരികിൽ നിന്ന് ഞാൻ മാറി നിൽക്കണമെന്ന് നീ കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നെ മനസ്സിലാക്കും. അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. അതിലിടപെടാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? രുദ്രൻ്റെ വാക്കുകൾ കേട്ട് ജാനകിയമ്മ തല താഴ്ത്തി നിന്നു. പ്രഭയുടെ മുഖത്ത് ഒരു വക്രബുദ്ധി കലർന്ന ചിരി വിരിഞ്ഞു. രുദ്രൻ പറഞ്ഞതാണ് ശരി ശ്യാം. പ്രഭ ഇടയ്ക്ക് കയറി അവനോടായി പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നീ എന്തിനാ വെറുതെ കയറി ഇങ്ങോട്ട് ഇടങ്ങേറുണ്ടാക്കുന്നത്? അവളെ അവൻ എങ്ങനെ സ്നേഹിക്കണം എന്നത് അവൻ്റെ ഇഷ്ടമല്ലേ? ശ്യാം ദേഷ്യത്തോടെ പല്ലുകടിച്ചു. പ്രഭ പറയുന്നത് കേട്ടിട്ട് അവൻ മീരയെ നോക്കി. അവൾ അപ്പോഴും കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ഒതുങ്ങിക്കൂടി കരയുകയാണ്. രുദ്രൻ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോഴാണ് മീരയുടെ ശബ്ദം ഇടറിയത് കേട്ടത്. രുദ്രേട്ടാ. രുദ്രൻ വാതിക്കൽ നിന്നു. അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ അവളുടെ വാക്കുകൾ കാതോർത്തു. എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം. ഹോസ്പിറ്റൽ എൻ്റെ അമ്മ തനിച്ചാണ്. എനിക്കൊന്ന് പോയി കാണണം. അവളുടെ ശബ്ദത്തിൽ ഒരു യാചനയുണ്ട്. രുദ്രൻ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്കായി അവൻ മറുപടി പറഞ്ഞു. ഇപ്പോൾ രാത്രിയായി, നാളെ നേരം വെളുക്കട്ടെ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. രുദ്രേട്ട പ്ലീസ്, അമ്മയുടെ അവസ്ഥ അത്രക്കും മോശമാണെന്ന് ശ്യാമേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് രുദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിലെ ആ നീരൊഴുക്ക് അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവുണ്ടാക്കി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ തന്നെ പറഞ്ഞു. ശ്യാമിനോട് നിനക്കിതിൽ കൂടുതൽ എന്തും സംസാരിക്കാം, പക്ഷേ എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നാളെ രാവിലെ അതുവരെ നീ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി. രുദ്രൻ മുറിക്ക് പുറത്തേക്കിറങ്ങി നടന്നകന്നു. മീര തൻ്റെ നെഞ്ചിൽ കൈവച്ച് വിങ്ങിപ്പൊട്ടി. ഒരു വശത്ത് അമ്മയുടെ അവസ്ഥ, മറുവശത്ത് തന്നെ മറ്റൊരാളായി കാണുന്ന ഭർത്താവിൻ്റെ പീഡനം. ആ തറവാടിന് ചുവരുകൾക്കുള്ളിൽ അവളുടെ ശ്വാസം മുട്ടി നിൽക്കുന്നു. ശ്യാം അവളെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ രുദ്രൻ്റെ വാക്കുകൾ അവൻ്റെ മുന്നിൽ മതിൽ പോലെ നിന്നു. അവൻ നിസ്സാനായി അവിടുന്ന് നടന്നു നീങ്ങി. പിറ്റേന്ന് പുലർച്ചെ തന്നെ രുദ്രൻ വാക്കുപാലിച്ചു. മീരയും കൂട്ടി അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാർ മുന്നോട്ട് നീങ്ങുമ്പോഴും മീരയുടെ മനസ്സിൽ തലേന്ന് രുദ്രൻ തന്നെ ഹിരണി എന്ന് വിളിച്ചതിൻ്റെ ആഘാതം അപ്പോഴും അവളുടെ മനസ്സിൽ നിന്നും മാറിയിരുന്നില്ല. സ്പെഷ്യൽ വാർഡിലെ ആ തണുത്ത ഇടനായിൽ രുദ്രൻ്റെ കാലുകൾ ഒന്ന് പതറി. ഉള്ളിലെ പ്രതികാരദാഹം ശമിച്ചുവെങ്കിലും മുന്നിലെ കാഴ്ച അവൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചുപോയി. തൻ്റെ വാശിയും പകയും ഒരു കുടുംബത്തെയാകെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഒരു മുള്ളുപോലെ അവനെ കുത്തുനോവിച്ചു. മീര ഓടിത്തന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ മകളുടെ കരച്ചിൽ വാർഡിലെ നിശബ്ദതയെ ഭേദിച്ചു. ഇനി ഈ ഭൂമിയിൽ അവൾക്ക് കൂട്ടിനായി അമ്മയല്ലാതെ മറ്റാരുമില്ല. തൻ്റെ പ്രിയപ്പെട്ട ചേച്ചി എവിടെയാണെന്നോ എങ്ങനെയുണ്ടെന്നോ അവൾ ജീവിക്കുന്നതെന്നും അവൾക്കും അറിയില്ല. രുദ്രൻ രാഹുലിൻ്റെ കൂടെ തൻ്റെ ചേച്ചിയെ കണ്ടിട്ടും സത്യങ്ങൾ മീരയിൽ നിന്നും അവൻ എല്ലാവരിൽ നിന്നും മറച്ചു. അമ്മയും അതുപോലെ തന്നെ അവളെ കണ്ട വിവരം മീരയോട് പറഞ്ഞില്ല. തൻ്റെ മകൾ മീരയെ കണ്ടതും മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നത് രുദ്രനാണെന്ന സത്യം
അവരും തിരിച്ചറിഞ്ഞിരുന്നു ഇതിനോടകം തന്നെ. രുദ്രൻ മെല്ലെ വാർഡിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ അമ്മയുടെ നോട്ടം അവന് തറഞ്ഞു നിന്നു. ആ കണ്ണുകളിൽ ഒരപേക്ഷയായിരുന്നു രുദ്രനു വേണ്ടി. ഇനിയെങ്കിലും എൻ്റെ മകളെ ഉപദ്രവിക്കരുത്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവളെ മുറിപ്പെടുത്തരുത്. മീര തൻ്റെ കൂടെ നിർത്തിയാൽ ഹിരണി എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്നായിരുന്നു രുദ്രൻ്റെ പ്രതീക്ഷ. പക്ഷേ രാഹുലിനൊപ്പം അവളെ കണ്ട നിമിഷം അവൻ്റെ മനസ്സ് വീണ്ടും കലുഷിതമായി. അവൾ ഭാര്യയും ഭർത്താവുമായിട്ടും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അവൻ്റെ സ്പർശനം അവളിൽ പതിഞ്ഞിട്ടുണ്ടാകില്ലേ? ചിന്തകൾ കാട്ടുതീ പോലെ പടർന്നപ്പോൾ ഹിരണിയോടുള്ള വെറുപ്പ് അവനിൽ ആ സമയമെല്ലാം ഇരട്ടിച്ചു നിന്നിരുന്നു. മീരയുടെ മുഖം ഓർക്കുമ്പോൾ മാത്രം അവൻ്റെ അശാന്തമായ മനസ്സ് കുളിർമയ പെയ്തു. ഒരു പ്രത്യേക ശാന്തത കൈവരുന്നത് അവൻ അറിഞ്ഞു. പ്രതികാരവും പ്രണയവും നൊമ്പരവും ഇഴചേർന്ന ആ രാവ് വിധിയുടെ അടുത്ത നീക്കത്തിന് ആ ആശുപത്രി മുറി കാത്തുനിന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഇന്ദ്രനീലത്തിൻ്റെ ഉമ്മറത്തേക്ക് അവർ തിരികെ എത്തുമ്പോൾ സന്ധ്യ മഴങ്ങിയിരുന്നു. വീടിനകം അസാധാരണമായ ശാന്തതയാണ്. ദാഹം തൊണ്ടയെ വല്ലാതെ വരട്ടുന്നത് പോലെ തോന്നിയപ്പോൾ മീര നേരെ അടുക്കളയിലേക്ക് നടന്നു. ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ ഒന്ന് നീറി. അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനുള്ള രാത്രി. രുദ്രൻ തന്നെ അവന്യമായ ചുംബനം. അതിൻ്റെ ആഴത്തിൽ അവളുടെ അതിരങ്ങളിൽ ഒരു ചെറിയ മുറിവ് വീണിട്ടുണ്ട്. ആ വേദന ചുണ്ടിൽ മാത്രമല്ല അവളുടെ ഉള്ളിലും പടർന്നു. ഗ്ലാസ് അവിടെ തന്നെ വെച്ച് ആരും കാണാതിരിക്കാൻ അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രുദ്രൻ വീണ്ടും താഴേക്ക് വന്നു. സാധാരണയായി പ്രഭയുടെ ബഹളവും ശകാരങ്ങളും കൊണ്ട് മുഖരിതമാകാറുള്ള ആ ഇന്ദ്രനീലം വീട് ഇപ്പോൾ നിശബ്ദമാണ്. ആ ശാന്തത അവനെ എന്തോ അസ്വസ്ഥനാക്കി. അപ്പോഴാണ് ശാന്തേജി കയ്യിൽ ഒരു കപ്പ് കോഫിയുമായി അടുക്കളയിൽ നിന്ന് വരുന്നത് രുദ്രൻ കണ്ടത്. അവളെവിടെ ശാന്തേജി? അവൻ തിരക്കി. കുറച്ചു മുൻപ് വെള്ളം കുടിക്കാൻ വന്നിരുന്നു, പിന്നെ കണ്ടില്ല. ചിലപ്പോൾ കുഞ്ഞ് മുറിയിൽ കിടക്കുകയായിരിക്കും മോനെ, ശാന്തേജി മറുപടി നൽകി. സാധാരണ ഈ നേരത്തെ അവൾ അമ്മയുടെ മുറിയിൽ കാണേണ്ടതാണ്. പെട്ടെന്നാണ് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞത്. മീരയെ കാണുമ്പോൾ മിക്കപ്പോഴും അവൻ ഹിരണിയാണെന്ന് ഓർമ്മ വരുന്നത്. ആ സങ്കടവും ദേഷ്യം കലർന്ന നിമിഷത്തിൽ അറിയാതെ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയതും. രുദ്രൻ്റെ മനസ്സിൽ നേരിയ കുറ്റബോധം തലപൊക്കി. എന്നാൽ മീരയുടെ മനസ്സിൽ അപ്പോൾ മറ്റൊരു കുറുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മുറിയുടെ ജനാലക്ക് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ശ്യാം പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. നീ എന്തിനാ മീര ഇവിടെ തന്നെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത്? നിനക്ക് നൃത്തത്തിൽ നല്ലൊരു ഭാവിയുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടൂടെ നിനക്ക്? രുദ്രൻ മാറും. ഇനിയും ഒരുപാട് സമയമെടുക്കും. കാരണം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്റെ ചേച്ചിയാണ്. ശ്യാം അന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. ഈ 2 ആഴ്ചക്കിടയിൽ ഒരിക്കൽ പോലും സ്നേഹത്തോടെ അവൻ തൻ്റെ പേര് വിളിച്ചിട്ടില്ല. ദേഷ്യപ്പെടുമ്പോൾ മാത്രമാണ് തൻ്റെ പേര് അവൻ്റെ നാവിലൊന്ന് വരുന്നത്. മറ്റുള്ളപ്പോഴെല്ലാം ഹിരണി എന്നാണ് കരുതിയല്ലേ അവൻ അടുത്തു വരുന്നത് തന്നെ. ഓർക്കും തോറും മീരക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷേ അമ്മയുടെ ചികിത്സക്കും മരുന്നിനും വേണ്ടിയുള്ള ഓരോ രൂപയും തരുന്നത് രുദ്രനാണ്. അയാൾക്ക് തന്നോട് സ്നേഹമില്ലായിരിക്കാം, പക്ഷെ ആ കടപ്പാട് മറക്കാൻ മീരക്ക് കഴിയില്ല. അമ്മയ്ക്കൊന്ന് സുഖമാവട്ടെ, എന്നിട്ട് വേണം അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാം. ഈ ഇന്ദ്രനീലത്തിൽ നിന്നും, ഈ നാട്ടിൽ നിന്നും ദൂരേക്ക്. കണ്ണിൽ നിറഞ്ഞൊഴുക്കിയ ഒരു തുള്ളി കണ്ണുനീർ തുടച്ച് അവൾ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു.